ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വർക്കിംഗ് ഡേയിലെ മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങൾ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വർക്കിംഗ് ഡേ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും പിന്നെ ബദാം സോക്ക് ചെയ്തതുമാണ് കഴിക്കുന്നത്. അത്രയും ബദാം കഴിക്കില്ല കേട്ടോ, 4 അല്ലെങ്കിൽ 6 കഴിക്കുക. അപ്പം നമുക്ക് ബദാം അല്ലെങ്കിൽ നമുക്ക് വാൾനട്ട്സ് കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ബദാമാണ് കുതിർത്ത് വെച്ചിരുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും വൻപയർ ഒലത്തിയതാണ് കേട്ടോ. അപ്പോൾ ദാ രാവിലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് എളുപ്പവും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. പിന്നെ പയർ ഒലത്താന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ വേഗം തന്നെ പുട്ടെടുത്തിട്ട് നനച്ച് എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല ഈ ഒരു ഡേ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ ജോലി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, റുട്ടീനൊക്കെ സെറ്റായിട്ട് വരുന്നുള്ളൂ. എന്നാലും ഞാൻ ആ ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിൽ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, നമുക്ക് ഷൂട്ടിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാം. ഇത് നമുക്ക് ക്യാമറ വെക്കണം, ക്യാമറ കുറച്ച് ആവശ്യമില്ലാത്ത സമയത്ത് ക്യാമറ സ്റ്റോപ്പ് ചെയ്യണം, ആംഗിൾസ് മാറ്റണം. അപ്പം ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോവും. പിന്നെ അതുപോലെ കുറച്ച് സമയമുള്ളൂ. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. 6 മണി തൊട്ട് എനിക്ക് 7:15 ആകുമ്പോഴത്തേനും മോന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈമാവും. അപ്പോൾ അപ്പോഴത്തേനും എല്ലാം റെഡി ആവണം. അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള ലഞ്ചും റെഡി ആവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ജോലിക്ക് പുറത്തേക്ക് പോകാത്തത് കൊണ്ട് വർക്ക് ഫ്രം ഹോമാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ പണികളും ഫിനിഷ് ആക്കണം എന്നില്ല. പക്ഷേ എന്തുകൊണ്ടും മാക്സിമം പണികൾ തീർക്കുക തന്നെയാണ് നല്ലത്. പക്ഷേ ആ ഒരു റുട്ടീനൊന്നും സെറ്റായിട്ടില്ല കേട്ടോ. ഞാൻ എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ മാക്സിമം പറ്റുന്ന പോലെ ചെയ്തെടുക്കാം. ഒരുപാട് സ്ട്രെസ്ഡ് ആവണ്ട. പയ്യെ എന്തായാലും നമുക്ക് റുട്ടീൻ സെറ്റായി വരുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പുട്ടിൻ്റെ പരിപാടികൾ അവിടെ നടക്കുകയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ, അതായത് ഞാനൊരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആണ് വീണ്ടും ജോലിക്ക് കയറുന്നത്. അതിന് മുന്നേ 10 വർഷത്തിന് മുന്നേ മോൻ്റെ ഡെലിവറിക്ക് തൊട്ട് മുന്നേ വരെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. ഞാനൊരു 5-6 വർഷത്തോളം ഓൺ ആൻഡ് ഓഫായിട്ട്, അത് മോളുടെ ഡെലിവറി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴൊക്കെ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ ജോലിയിൽ നല്ലൊരു ഗ്യാപ്പ് എടുത്തു. അപ്പം കുറേ നാൾ വരെ എനിക്ക് ജോലിക്ക് തിരിച്ച് കയറണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഹാപ്പി. നമ്മളിങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുവിധം സെറ്റായി. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്, വൈ നോട്ട്, നമുക്ക് ഇപ്പം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് എനിക്ക് വർക്ക് ഫ്രം ഹോം തന്നെ ചെയ്യാം. എൻ്റെ പഴയ കമ്പനിയിൽ തന്നെ എനിക്ക് ജോലി കിട്ടാനുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ ഞാനത് എടുക്കുമായിരുന്നു. അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസിഷൻ എളുപ്പമായിരുന്നു കേട്ടോ. കാര്യം ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന പ്രോജക്റ്റിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കോവർക്കേഴ്സ് എല്ലാവരും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള ടെൻഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ കംഫർട്ടബിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ആകെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്, നമ്മൾ ഒരു എന്താ പറയുക 8:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഫ്രീ ആയി വീട്ടിൽ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ സ്ലോ ആയിട്ട് ചെയ്തിരുന്ന സമയത്ത് നമുക്കിത് ഫാസ്റ്റായിട്ട് ചെയ്തിട്ട് വേണം ഈ ജോലിക്ക് കയറാൻ. അപ്പം അതെന്തായാലും നമുക്ക് മുന്നേ ചെയ്ത ഒരു കംഫർട്ടിൽ നിന്ന് നമ്മൾ മാറുവാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ അല്ലേ. അതുപോലെ നമ്മൾ വീടൊക്കെ മുന്നേ നമ്മൾ പിക്കപ്പ് റുട്ടീനൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്താൽ അത്രയും ഈസി ആയിട്ടൊന്നും നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ലോണ്ട്രിയൊക്കെ ഒരുപാട് പെൻഡിങ് വരും. ഡെയിലി ലോണ്ട്രി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ചിലപ്പം വിചാരിച്ച പോലെ തുണി മടക്കി വെക്കാൻ പറ്റില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ബിസി അല്ല എങ്കിൽ കൂടിയും നമുക്ക് കാര്യങ്ങൾ എന്തായാലും നമുക്ക് ആ ഒരു പ്രയോറിറ്റി ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുട്ടികളുടെ കാര്യങ്ങളും വീടിൻ്റെ കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കാതിരിക്കാനും പറ്റില്ല. നമ്മളുടെ വീട്ടിലെല്ലാവരും അവർക്ക് കഴിയുന്ന പോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തായാലും മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണല്ലോ. പിന്നെ നമ്മൾ ഇത്രയും നാൾ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്ന ആ ഒരു
സെറ്റപ്പിൽ നിന്ന് മറ്റുള്ളവരും കൂടി കൂടുതൽ ഇൻവോൾവ് ആവുന്നതിലോട്ട് പയ്യല്ലേ വരുള്ളൂ. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രീതിയിൽ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഡേയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ പയറും കൂടി കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കൊടുത്തുവിടാൻ, ലഞ്ചിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്ച്ചോറാണ്, വൈറ്റ് റൈസാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് അങ്ങനെ ഒരു ഫുള്ളി നെയ്ച്ചോറ് പോലെയല്ല, എന്തായാലും വൈറ്റ് റൈസിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കുന്നത്. സോനാ മസൂരി റൈസ് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കുക. കാര്യം എന്ത് വന്നാലും കുഴഞ്ഞു പോവില്ല നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് സേഫാണ്. നമുക്ക് രാവിലെയൊക്കെ ചെയ്യുമ്പോഴേ എന്തേലും ഒന്ന് കുഴഞ്ഞു പോയാൽ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. നല്ല വിട്ട് വിട്ട് നിൽക്കുന്ന ചോറ് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ആ ഒരു ചെറിയൊരു കുക്കറിൽ ഞാൻ അവർക്ക് ആവശ്യമുള്ള ചോറ് റെഡിയാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1 മന്തിനോട് അടുക്കുന്നു ജോലി തുടങ്ങിയിട്ട്. ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബിസിയായി, കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. കാരണം ഇതിനു മുന്നേ പ്ലാൻ ചെയ്യുമെങ്കിലും എനിക്ക് പ്ലാനിനനുസരിച്ച് പോയില്ലെങ്കിലും ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ച് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ക്ലീനിങ് ആണ് എൻ്റെ ശ്രദ്ധ. ഇപ്പോൾ എനിക്ക് തീരെ മുന്നത്തെ പോലെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അത് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്ലീനിങ്ങിന് ഹെൽപ്പ് ഉണ്ടെങ്കിൽ കൂടിയും വീട് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ മെസ്സിയായി മാറുന്നുണ്ട്. നമ്മൾ ഫുൾ ടൈം നമ്മളറിയില്ല, നമ്മളമ്മമാർ ഫുൾ ടൈം പെറുക്കിക്കൊണ്ട് നടന്നിരുന്നതാണല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പറ്റാതെ ആവുമ്പോൾ വീട് കുറച്ച് മെസ്സി ആവുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഡീക്ലട്ടറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡീക്ലട്ടറിങ്. കഴിഞ്ഞ ദിവസം ലൈവ് സ്ട്രീംസ് ബൈ ഹെൽനയുടെ ഡീക്ലട്ടറിങ് വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കിടന്നിരുന്നതാണ് ഡീക്ലട്ടറിങ് ചെയ്യണം എന്നുള്ളത്. അപ്പം അത് കുറച്ചും കൂടി സ്ട്രോങ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്റ്റോൾസിൻ്റെ കളക്ഷൻ ഒന്ന് ഡീക്ലട്ടറിങ് ചെയ്തു. കുറച്ച് ഞാൻ പിന്നീട് യൂസ് ചെയ്യുമെന്ന് വിചാരിച്ച സ്റ്റോൾസും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ചു. അതിൽ തന്നെ നമ്മൾ സെക്ഷൻ വൈസ് കുറച്ച് ഡിസൈനുള്ള ടൈപ്പ് ഒന്ന്, പിന്നെ നീളം കൂടിയ ഷോളുകൾ ഒരു സെക്ഷൻ, അങ്ങനെ പിന്നെ ബ്ലാക്ക് ഷോൾസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്, അതൊരു സെക്ഷൻ, അങ്ങനെ മാറ്റി ഞാൻ വെച്ചു. അപ്പോൾ ആ ഒരു സെക്ഷനാണ് ഈ വീക്കെൻഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ജോലി തുടങ്ങിയതിന് ശേഷമുള്ള കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഇച്ചിരി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാണ്. ഞാൻ ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ ഫ്രൈയും പിന്നെ കുറച്ച് സോസൊക്കെ ഇട്ടിട്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ളൊരു ടൈപ്പിൽ ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. കോളിഫ്ലവർ നേരത്തെ തന്നെ കഴുകി റെഡിയാക്കി, തലേദിവസം തന്നെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി അത് ഡ്രൈ ചെയ്തിട്ട് ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ കോളിഫ്ലവറിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലോറാണ് കേട്ടോ ചേർക്കുന്നത്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ലൊരു ചെറിയൊരു കോട്ടിങ് കിട്ടും. നമ്മൾ ഈ ചില്ലി ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കോൺഫ്ലോർ ചേർക്കുമല്ലോ, ആ ഒരു രീതിയിൽ. പരന്ന സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ആദ്യം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തത്. പിന്നെ മനസ്സിലായി കുഴിയുള്ള പാത്രം തന്നെയാണ് നല്ലതെന്ന് ഓർത്തിട്ട് ഞാൻ വേഗം തന്നെ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാരലലി നടക്കുന്നുണ്ട്. ഞാൻ പുട്ട് റെഡിയാക്കുന്നുണ്ട്, പിന്നെ നെയ്ച്ചോറ്, പിന്നെ അതുപോലെ പയർ മെഴുക്കുരട്ടി ആക്കി എടുക്കണം. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വേണം എനിക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പയർ വെന്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് കോളിഫ്ലവർ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചു. ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഫ്രൈ ആക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. സൈഡ് ബൈ സൈഡ് ഞാൻ പയർ മെഴുക്കുവരട്ടി ആക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും തന്നെ ഒരുമിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 7:15 7:15 ഈ കാര്യങ്ങളൊക്കെ റെഡി ആവണം. ലഞ്ച് ബോക്സ് റെഡി ആവണം, പിന്നെ മോന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡ് റെഡി ആവണം. അപ്പോൾ അതാ സൈഡ് ബൈ സൈഡ് ഞാൻ കോളിഫ്ലവർ റെഡിയാക്കുകയാണ്, സവാള വഴറ്റിയെടുക്കുകയാണ്. 7:15 കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളുടെ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്കും കൂടി റെഡിയാക്കിയാൽ എനിക്ക് താഴെ ജിമ്മിൽ 30 മിനിറ്റ്സ് വാക്കിങ്ങിന് പോകണം എന്നാണ് വിചാരിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ പറ്റുന്ന പോലെയൊക്കെ തന്നെ രാവിലെ 30 മിനിറ്റ്സ് വാക്കിംഗ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്നുള്ള ജോബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു ടെൻഡൻസി ഉണ്ട്. വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനൊപ്പം നമ്മുടെ വയറ് ചാടുന്ന ഒരു ബുദ്ധിമുട്ടും കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സസൈസും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലോട്ട് പോകും. അപ്പോൾ ചാലഞ്ചിങ് തന്നെയാണ്. ഒരുപാട് സമയം മാനേജ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. കാര്യം ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണമല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ 3 അടുപ്പും റെസ്റ്റ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പം നെയ്ച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് ഇടിയപ്പച്ചെമ്പാണ് വെച്ചിരിക്കുന്നത്. കാര്യം എൻ്റെ പുട്ടുകുടത്തിന് ചെറിയ കംപ്ലൈൻറ്റ് വന്നു. ഇച്ചിരി വെള്ളം വെച്ചാലും പുട്ടുകുടം മറിഞ്ഞ് താഴെ വീഴുന്നൊരു പ്രശ്നം വന്നു. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗവും പണി മുടക്കിയിട്ടുണ്ട്. ഇൻഡക്ഷൻ സ്റ്റൗവിലായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ലായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ അതിൻ്റെ പുട്ടുകുടത്തിൻ്റെ അടിയും ഇടയ്ക്ക് വെള്ളം വറ്റിയിട്ട് നാശമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഇടിയപ്പ ചെമ്പിൽ തന്നെ പുട്ട് ആവിയേറ്റി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒറ്റ ട്രിപ്പിൽ തന്നെ ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ പയർ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കും കേട്ടോ. ഇച്ചിരി ബാക്കിയായാലും നമ്മൾ വൈകുന്നേരം കഞ്ഞിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറും കോളിഫ്ലവർ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടി അതിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. പുട്ട് ആവിയേറ്റി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൈനിങ് കം സിറ്റിങ്ങിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഒരു പിക്കപ്പൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല. കിഡ്സ് റൂമിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പം ആ ഒരു റൂമിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ രാവിലത്തെ ഒരു കലാശക്കൊട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഒന്ന് തിരിച്ചു വയ്ക്കുകയാണ്. പുട്ടുപൊടി അങ്ങനെ നമുക്ക് ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് സിങ്കിലോട്ടാക്കി ഇടണം. 8 ആകുമ്പോഴാണ് മോളുടെ സ്കൂൾ ബസ് വരിക. ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും അവൾക്കുള്ള ലഞ്ചും സ്നാക്കും കൊടുത്താൽ എനിക്ക് നടക്കാൻ പോവാം. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. താഴെ ഇറങ്ങി അവൾ കറക്റ്റായിട്ട് സ്കൂൾ ബസ് കയറി പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ ഒരുപാട് സമയമൊന്നുമില്ല, ഒരു 9:15 9:30 ഒക്കെ ആകുമ്പോഴത്തേനും ജോലി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ദാ ഞാൻ കിച്ചൺ അത്യാവശ്യം ഒന്ന് ക്ലീനിങ് ആക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം താഴെ പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം രാവിലത്തെ ഡിഷ് വാഷിങ്ങിന് വേണ്ടിയിട്ട് എനിക്കൊരു ചേച്ചി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ പാത്രങ്ങൾ കഴുകുന്ന പണിയില്ല. ഇതിപ്പോൾ ലഞ്ചൊന്നും പ്രിപ്പയർ ആക്കിയിട്ടില്ല കേട്ടോ. സാധാരണ മോർണിംഗിൽ ഞാൻ കോൺ പുഴുങ്ങാറുണ്ട്. ഇന്നിപ്പോൾ ഷൂട്ടിങ്ങും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനുള്ളൊരു സമയം കിട്ടിയില്ല. ഷൂട്ടിംഗ് ആൻഡ് ഫാസ്റ്റായിട്ടുള്ള മോർണിംഗും കൂടി ചെയ്യാൻ ഞാൻ ശീലിച്ച് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അന്നത്തെ ദിവസം ഞാൻ കോൺ പയ്യെ ഒഴിവാക്കി. മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ രാവിലെ കുറച്ച് കോൺ പുഴുങ്ങിയിട്ട് കുട്ടികൾ കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി വരുന്ന കോൺ അവൾ സ്നാക്കായിട്ടാണ് കൊണ്ടുപോവുക. ഇന്നെന്തായാലും കോൺ പുഴുങ്ങാത്തത് കൊണ്ട് ഞാൻ ഒരു തട്ടിക്കൂട്ട് സ്നാക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, കേക്ക് കൊടുക്കാറുണ്ട്. ചില സമയത്ത് കഴിഞ്ഞ ദിവസം ക്യാരറ്റ് കേക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു, അത് കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് സ്നാക്ക് കൊടുത്തു വിടാറുള്ളത്. പിന്നെ പീച്ചിങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മെഴുക്കുവരട്ടി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് പുറത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ആരോ റൂട്ട് ബിസ്ക്കറ്റ് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനന്ന് കൊടുത്തത് കുറച്ച് ഉണക്കമുന്തിരിയില്ലേ, അതും കൂടി ചെറിയൊരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസം കോണായതുകൊണ്ട് അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആരോ റൂട്ട് ബിസ്ക്കറ്റിൽ ഒതുക്കി. പിന്നെ ഞാൻ നടക്കാൻ വേണ്ടി വന്നേക്കാണ്. കറക്റ്റ് 30 മിനിറ്റ്സ് നടക്കും.
അതിനുശേഷം പെട്ടെന്ന് തന്നെ തിരിച്ച് പോവും. കാര്യം നമുക്കധികം സമയമില്ലല്ലോ. ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും പോലെ ഒരു ലോഡ് ലോണ്ട്രി ചെയ്യാണ്. അതിൽ എന്തായാലും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. പിന്നെ ഒരു ആഴ്ചയിൽ 3 ദിവസം വീടടിച്ച് തുടയ്ക്കാറുണ്ട്. അതും നമുക്ക് ചേച്ചി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ഞാൻ നമ്മുടെ റോബോ വാക്യൂം ക്ലീനർ വെച്ചിട്ട് വാക്യൂം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിപ്പം സ്മൂത്തായിട്ട് പോകുന്നത്. അപ്പോൾ കിഡ്സ് റൂമിൻ്റെ കോലം ഞാൻ നേരത്തെ കാണിച്ചതാണല്ലോ. അപ്പം റൂം എന്തായാലും ഒന്ന് മെനയാക്കി ഇട്ടിട്ട് വേണം ജോലി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ബെഡ്ഷീറ്റൊക്കെ സാറ്റർഡേയ്സാണ് ചേഞ്ച് ചെയ്യുക. അപ്പം ബെഡ്ഷീറ്റൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ ഒന്ന് വിരിച്ചിട്ടാൽ മാത്രം മതി. പിന്നെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വയ്ക്കുക, അങ്ങനെ. പിന്നെ എന്തായാലും ലാവിഷായിട്ട് നമ്മൾ റൂമൊക്കെ ഒതുക്കി വയ്ക്കുന്ന ആ ഒരു നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ളൊരു പിക്കപ്പ് റുട്ടീനൊന്നും സാധിക്കില്ല. എളുപ്പത്തിൽ ഓരോ ഭാഗത്തുള്ള മെസ്സൊന്ന് ഒതുക്കിയെടുക്കുക. കുട്ടികൾ പോകുമ്പോൾ ആ ഒരു സെക്ഷനിൽ കുറച്ച് ബുക്സൊക്കെ അവിടെ ഇവിടെ മാറിയിട്ടുണ്ടാകും. പെട്ടെന്ന് അതൊന്ന് ഒതുക്കിയിടുക. ബെഡ്ഷീറ്റ് നന്നായി വിരിച്ചിടുമ്പോൾ തന്നെ റൂമൊന്ന് ആ ഒരു മെസ്സി ആയിട്ടിരിക്കുന്ന ഇതൊന്ന് മാറും. അത്രയും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ചെയ്തു പോകുന്നുള്ളൂ. പിന്നെ കൂടുതലും സാറ്റർഡേയ്സും സൺഡേയ്സും നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഒതുക്കിയിടാൻ വേണ്ടി പറ്റാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. കാരണം നമുക്കൊരു 5:30-6 വരെ നമുക്ക് ജോബ് ഉണ്ടാവും. നമുക്ക് ഇടയിൽ എണീറ്റിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകാൻ പറ്റുമെങ്കിൽ കൂടിയും നമുക്ക് കൂടുതലും ജോലിയിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കണമല്ലോ. ബാക്കി ഹൗസ് ക്ലീനിങ്ങിലോട്ടൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല വീട്ടിലാണെങ്കിൽ കൂടിയും. അപ്പം പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സാറ്റർഡേയ്സും വർക്കിംഗ് ആണ്. അപ്പം അതും കുറച്ച് ചാലഞ്ചിങ് ആണ്. അപ്പം 5 വീക്സ് ഉണ്ടെങ്കിൽ നമുക്ക് 3 സാറ്റർഡേയ്സ് ഹോളിഡേ കിട്ടും. ബാക്കി 2 സാറ്റർഡേയ്സ് വർക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ. പിന്നെ മോൻ പണ്ട് യൂസ് ചെയ്തിരുന്ന സ്റ്റഡി ടേബിൾ ഇപ്പോൾ ഞാൻ അവൻ്റെ നിന്ന് അടിച്ചു മാറ്റി. അതാണിപ്പോൾ നമ്മളുടെ ഒരു ഓഫീസ് ടേബിളായിട്ട് യൂസ് ചെയ്യുന്നത്. അതിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ലാപ്ടോപ്പ് എനിക്ക് ഓൾറെഡി നല്ലൊരു ലാപ്ടോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ലാപ്ടോപ്പിലാണ് കുട്ടികൾ ഓൺലൈൻ ക്ലാസ് മോൻ അറ്റൻഡ് ചെയ്തിരുന്നത്. അത് അത്യാവശ്യം അതോടുകൂടി തന്നെ അതിൻ്റെ പരിപാടി തീർന്നു. അപ്പം ഈ ഒരു കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ പുതിയ ലാപ്ടോപ്പ് എടുത്തിട്ട്. അത് ജോലി മുന്നേ കണ്ടിട്ടൊന്നുമല്ല കേട്ടോ വാങ്ങിച്ചത്, അല്ലാതെ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ അതെന്തായാലും എനിക്ക് നല്ല യൂസ്ഫുള്ളായി. പിന്നെ ഈ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലാപ്ടോപ്പ് തപ്പിപ്പോവേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. ഇത്രയും തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ കേട്ടോ. അപ്പം അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ആ ഒരു മോർണിംഗ് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാര്യം പിന്നെ പെട്ടെന്ന് തന്നെ ജോലിയിൽ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ റുട്ടീനൊക്കെ സെറ്റായി വരുന്നുള്ളൂ. ഇപ്പോഴും കുറേയൊക്കെ മെസ്സി ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അതങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം. കുഴപ്പമില്ല, എല്ലാം സെറ്റായി വരുന്നെന്ന് വിചാരിക്കുന്നു. കഴിയുന്ന പോലെ ഓരോ കാര്യങ്ങൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്തായാലും ഒത്തിരി ഹാപ്പിയാണ് ഈ ഒരു ദിവസം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു വർക്കിംഗ് ഡേ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി അല്ല. പ്രത്യേകിച്ച് ഞാനൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അതെനിക്ക് തരുന്ന ഹാപ്പിനെസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പം മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോസ് ഇടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ വീഡിയോക്കും ചാനലിനും ഒക്കെ ഒരു റീച്ച് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.